നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ പഴക്കമുള്ള ഒരു വിശ്വാസമാണ് കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം. പലരും പറയുന്നത് കേട്ട് കാണും, എല്ലാം നന്നായി പോവുകയായിരുന്നു, പക്ഷേ എന്താ എന്നറിയില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മാറി. അതുപോലെ കുട്ടി പെട്ടെന്ന് അസ്വസ്ഥനാകാൻ തുടങ്ങി. അതുപോലെ പെട്ടെന്ന് വ്യാപാരത്തിന് ഇടിവ് വന്നു. അതുപോലെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ണേറിൻ്റെ ഫലമാണോ അതോ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണോ? എന്താണെന്ന് നോക്കാം. എന്താണ് കണ്ണേറ്? ഹിന്ദു വിശ്വാസപ്രകാരം ഒരാളുടെ അസൂയ, അമിതമായ പ്രശംസ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷകരമായ ഊർജമായി പ്രവർത്തിക്കുന്ന അവസ്ഥയെയാണ് കണ്ണേറ് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ദൃഷ്ടിദോഷമെന്ന് പറയുന്നു. പുരാണങ്ങളിലും ജനകീയ വിശ്വാസങ്ങളിലും കണ്ണേറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാനാകും. കണ്ണേറ് ആർക്കാണ് കൂടുതൽ ഏൽക്കുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് കൂടുതൽ ഏൽക്കുന്നത്? 1. ചെറിയ കുട്ടികൾക്ക്, 2. ഗർഭിണികൾക്ക്, 3. പുതിയതായി നിർമ്മിച്ച വീടിന്, 4. പുതിയ വാഹനങ്ങൾക്ക്, 5. പുതുതായി വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക്, 6. നല്ല പുരോഗതി കൈവരിക്കുന്ന വ്യക്തിക്ക്, 7. പുതിയ ബിസിനസ്സുകാർക്ക്. ഇവർക്കാണ് പെട്ടെന്ന് കണ്ണേറ് ഏൽക്കുന്നത്. കണ്ണേറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. ചില സാധാരണ പറയുന്ന ചില ലക്ഷണങ്ങൾ: 1. പെട്ടെന്നുള്ള ക്ഷീണം, 2. കാരണമില്ലാത്ത അസ്വസ്ഥത, 3. തുടർച്ചയായ തടസ്സങ്ങൾ, 4. വീട്ടിലെ കലഹങ്ങൾ വർദ്ധിക്കുക, 5. കുട്ടികൾ അമിതമായി കരയുക, 6. ദാമ്പത്തിക നഷ്ടങ്ങൾ, 7. തൊഴിലിൽ അപ്രതീക്ഷിത പരാജയങ്ങൾ എന്നീ കാര്യങ്ങളെയാണ് കണ്ണേറിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഈ ലക്ഷണങ്ങൾക്ക് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകും എന്ന കാര്യം കൂടി ഓർക്കണം. ഇത് ഒഴിഞ്ഞു പോകാനുള്ള വഴി പറഞ്ഞു തരാം. ആദ്യം സാധാരണയായി ചെയ്യുന്ന ഒരു ഉപായമാണ് പറയാൻ പോകുന്നത്. അതിനുശേഷം ശക്തിയേറിയ ഒരു പ്രതിവിധിയും പറഞ്ഞു തരാം. സാധാരണ കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ഉപായം ഇതാണ്: 3-4 വറ്റൽമുളക്, അതായത് ഉണക്കമുളക്, 4-5 കഷ്ണം ശുദ്ധീകരിക്കാത്ത കല്ലുപ്പ്, 2-3 നുള്ള് കടുക്. ഇവ വലത് കൈ മുഷ്ടിയിൽ പിടിച്ച് 7 തവണ തലയിലും 7 തവണ ശരീരം മുഴുവനും ഒഴിഞ്ഞ് തീയിലേക്കിടുക. വീടിന് പുറത്ത് തീ കത്തിക്കുന്നതാണ് ഉചിതം. ശ്രദ്ധിക്കുക, സാധാരണ മുളക്, കടുക് ഇവ കത്തുന്ന ഗന്ധമാണ് എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മറ്റേതെങ്കിലും രൂക്ഷഗന്ധമാണെങ്കിൽ കണ്ണേറ് നല്ലവണ്ണം ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ആ ശക്തിയേറിയ ഉപായം കൂടി പറഞ്ഞു തരാം. ഈ ക്രിയ കൊണ്ട് കണ്ണേറ് മാത്രമല്ല, പ്രാക്ക് ദോഷങ്ങളും മാറിക്കിട്ടും. ഒരു നല്ലപോലെ വിളഞ്ഞ പഴുത്ത ഒരു നാരങ്ങ എടുത്ത് തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക. രാവിലെ ആ നാരങ്ങയെ കുളിയൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ 7 തവണ തലയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ ഘടികാര ദിശയ്ക്ക് എതിരായി ഒഴിയുക. എന്നിട്ട് അതിനെ സ്റ്റൗവിൽ വെച്ച് കത്തിക്കുക. അല്പനേരം കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നല്ല പ്രാക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് തുടർച്ചയായി 3 ദിവസം ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നിവ നിത്യവും പാരായണം ചെയ്യുന്ന ഭവനങ്ങളിലുള്ളവർക്ക് ദൃഷ്ടിദോഷങ്ങൾ ഏൽക്കാറില്ല. മനഃശക്തിയും ഭഗവത് സ്മരണയും ഏറ്റവും വലിയ സംരക്ഷണമാണ്. നിത്യപ്രാർത്ഥന, സത്സംഗം, ദാനം, ധർമ്മം എന്നിവ വ്യക്തിക്ക് ആത്മവിശ്വാസവും മാനസിക ശക്തിയും നൽകുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്കും
കണ്ണേറും പ്രാക്കും ഏൽക്കുകയില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും കണ്ണേറും പ്രാക്കും കൊണ്ടാണ് വരുന്നതെന്ന ധാരണ ശരിയല്ല. ഇത് ചില അവസരവാദികളുടെയും അലസന്മാരുടെയും പ്രത്യേകതകളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. അതോടൊപ്പം ആത്മീയ വിശ്വാസങ്ങൾ പിന്തുടരുന്നതും ഉത്തമമാണ്. ശാസ്ത്രലോകം ഈ കണ്ണേറിനെ ഒരു തെളിയിക്കപ്പെട്ട പ്രതിഭാസമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ശാസ്ത്രങ്ങൾ പറയുന്നത് നെഗറ്റീവ് ചിന്തകളും ഭയവും ചിലപ്പോൾ വ്യക്തിയുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും ബാധിക്കാം എന്നാണ്. അതായത് കണ്ണേറിനോടുള്ള ഭയം തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. അതിനാൽ വിശ്വാസത്തോടൊപ്പം വിവേകവും ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഹിന്ദു ആചാരങ്ങളിൽ ദൃഷ്ടിദോഷത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇന്നും ദൃഷ്ടിദോഷങ്ങൾ മാറ്റാനുള്ള ചടങ്ങുകളും നടക്കാറുണ്ട്. ഹനുമാൻ സ്വാമി, നരസിംഹമൂർത്തി, ഭദ്രകാളി ദേവി എന്നിവരുടെ ആരാധന ദൃഷ്ടിദോഷം അകറ്റാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. പെട്ടെന്നുള്ള ക്ഷീണം, കാരണമില്ലാത്ത അസ്വസ്ഥത, ഉറക്കക്കുറവ്, ചെറിയ കുട്ടികളുടെ നിരന്തരം കരച്ചിൽ, തൊഴിലിൽ തടസ്സങ്ങൾ, നിരന്തര പരാജയങ്ങൾ, മനസമാധാനം നഷ്ടപ്പെടുക ഇവയെല്ലാം കണ്ണേറ് കൊണ്ടും പ്രാക്ക് കൊണ്ടും ഉണ്ടാകാറുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പല ആരോഗ്യപരവും മാനസികവുമായ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അതിനാൽ എല്ലാ പ്രശ്നങ്ങൾക്കും കണ്ണേറിനെയും പ്രാക്കിനെയും മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പ്രിയരെ, കണ്ണേറ് എന്നത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ചിലർ അതിൽ ഉറച്ച വിശ്വാസം പുലർത്തുന്നു, ചിലർ അത് അന്ധവിശ്വാസമാണെന്ന് കരുതുന്നു. എന്നാൽ എന്തായാലും പോസിറ്റീവ് ചിന്തകളും പ്രാർത്ഥനയും ആത്മവിശ്വാസവും നല്ല ജീവിതശൈലിയും നമ്മെ ശക്തരാക്കും. വിശ്വാസം ഉണ്ടായിരിക്കട്ടെ, പക്ഷേ വിവേകവും കൂടെ ഉണ്ടാകട്ടെ. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.